സംസ്ഥാന സ്കൂൾ കലോത്സവം പഴയിടത്തിന്റെ നേതൃത്വത്തിൽ ഇത്തവണയും വിഭവസമൃദ്ധമാകും. ആദ്യ ദിനം കൊങ്ങിണി വിഭവമായ നവധാന്യ ദോശയിൽ തുടക്കം. ഒരേസമയം 4000 പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന പന്തലാണ് ഭക്ഷണപ്പുരയ്ക്ക് ഒരുക്കിയിരിക്കുന്നത്. രാത്രി 12 മണി കഴിഞ്ഞും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഭക്ഷണം ലഭ്യമാകും. പ്രവർത്തനങ്ങൾ സജ്ജമായി കഴിഞ്ഞെന്ന് ഫുഡ് കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു. കലോത്സവത്തിന്റെ ആദ്യ ദിനം തന്നെ കുട്ടികൾക്ക് പോഷകസമൃദ്ധമായ ഭക്ഷണമാണ് പഴയിടം മോഹനൻ നമ്പൂതിരിയുടെയും സംഘത്തിന്റെയും നേതൃത്വത്തിൽ ഒരുക്കുന്നത്. 9 നവധാന്യങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്ന കൊങ്ങിണി വിഭാഗത്തിൽപ്പെടുന്ന ദോശയാണ് താരം. അതോടൊപ്പം ചക്കപ്പഴ പായസവും സദ്യയിലെ താരമായി എത്തും. കലോത്സവത്തിന്റെ അവസാന ദിവസം വരെ വിവിധ പായസങ്ങൾ വിളമ്പും. വൈകിട്ടുള്ള ചായ ഉൾപ്പെടെ ഒരു ദിവസം 4 നേരമാണ് ഭക്ഷണം ലഭ്യമാക്കുന്നത്. 600 പേരടങ്ങുന്ന അധ്യാപകരുടെ സംഘം പന്തലിൽ ഭക്ഷണം വിളമ്പും. കലോത്സവാരംഭത്തിന്റെ തലേ ദിവസം എത്തുന്ന കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമായി രാത്രിയിലും ഭക്ഷണം ഒരുക്കും. എല്ലാ പ്രവർത്തനങ്ങളും അന്തിമഘട്ടത്തിലെത്തിയെന്ന് ഫുഡ് കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു. പിന്നെ ഏകദേശം നമ്മൾ ഒരു ദിവസം രാവിലെ 10,000-12,000 വരുന്ന ആളുകൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും ഉച്ചയ്ക്ക് 20,000 മുകളിൽ വരുന്ന ആളുകൾ ഉച്ചഭക്ഷണത്തിനായിട്ടും വൈകുന്നേരം 10,000 പേര് ചായ കഴിക്കാനും ചായയും കടിയും കഴിക്കാനും ഒപ്പം രാത്രി ഒരു 10,000-12,000 പേര് രാത്രി ഭക്ഷണത്തിനായിട്ട് എത്തുന്ന ഒരു സ്ഥലമാണിത്. അത്രയും പേർക്കുള്ള ഭക്ഷണം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനെല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കുടിവെള്ളം, മാലിന്യ ശേഖരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടക്കും. ഏതാണ്ട് 2.5 ലക്ഷം ആളുകൾക്ക് ഭക്ഷണം ഒരുക്കേണ്ടി വരുമെന്നാണ് നിലവിലെ കണക്ക്. ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർക്ക് യാതൊരു വിധത്തിലുമുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഭക്ഷണപ്പുര ഒരുങ്ങുന്നത്. കൈരളി ന്യൂസ്, തൃശൂർ.